നമസ്കാരം. 80-കാരൻ വിജയരാഘവനും 75-കാരി സുലോചനയും വിവാഹിതരായി. ആ വിവാഹം നടന്ന തൃശ്ശൂരിലെ സർക്കാർ വയോജന സംരക്ഷണ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ജീവിതത്തിൽ ഒന്നിച്ചു നടക്കാനാണ് ഇരുവരുടെയും തീരുമാനം. ഇതുപോലെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇത് കുറച്ച് പഴയ മനുഷ്യരുടെ ഒരു പ്രണയകഥയായിട്ടൊക്കെ തോന്നുമെങ്കിലും ഈ കഥയിലെ നായകന്റെയും നായികയുടെയും പ്രണയത്തെയും സൗഹൃദത്തെയും പ്രായം ഒട്ടും ബാധിച്ചിട്ടില്ല. തൃശൂർ പേരാമംഗലം സ്വദേശിയായ വിജയരാഘവൻ ചേട്ടൻ 2019 തൃശ്ശൂരിലെ ഈ സർക്കാർ ഓൾഡ് ഏജ് ഹോമിൽ എത്തുന്നത്. അന്ന് ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ഓൾഡ് ഏജ് ഹോമിൽ വെച്ച് തന്നെ മരിച്ചു. ഈ ഒറ്റപ്പെടൽ വിജയരാഘവൻ ചേട്ടനെ മാനസികമായും ശാരീരികമായും ഏറെ തളർത്തി. അപ്പോഴാണ് ഒരാൾ കൂട്ടുവേണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. സുലോചന ചേച്ചി ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. ഈ ഓൾഡ് ഏജ് ഹോമിൽ എത്തിയിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. സുലോചന ചേച്ചിയുടെ പാട്ടിലാണ് താൻ ഫ്ലാറ്റായി പോയതെന്ന് വിജയരാഘവൻ ചേട്ടൻ ഒരു കുസൃതി ചിരിയോടെ പറയുന്നുണ്ട്. നാടകം, പാട്ട് ഇവയോടൊക്കെ വലിയ കമ്പമുള്ള വിജയരാഘവൻ ചേട്ടൻ ഒടുവിൽ പാട്ടുകാരിയായ സുലോചന ചേച്ചിയെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ സുലോചന ചേച്ചിയുടെ മറുപടി കുറച്ച് നെഗറ്റീവായിരുന്നു. പ്രായമായി ഇനിയിപ്പോൾ കല്യാണമൊക്കെ വേണോ എന്ന് ചേച്ചി തിരിച്ചു ചോദിച്ചു. ഇത് കേട്ടതോടെ വിജയരാഘവൻ ചേട്ടൻ ആകെ സങ്കടത്തിലായി. ഒടുവിൽ കൂട്ടുകാരുടെ സങ്കടം കണ്ടിട്ടാണോ എന്നറിയില്ല, സുലോചന ചേച്ചി രണ്ടാമതൊന്ന് ആലോചിച്ച ശേഷം വിവാഹത്തിന് സമ്മതം മൂളി. ഇങ്ങനെ ഒരു ആഗ്രഹം അറിയിച്ചപ്പോൾ ഓൾഡ് ഏജ് ഹോമിലെ സൂപ്രണ്ടും മറ്റ് ജീവനക്കാരും അന്തേവാസികളും വളരെ പോസിറ്റീവായാണ് തങ്ങളോട് പ്രതികരിച്ചതെന്നും ഈ വിവാഹത്തിന് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയെന്നും ഇരുവരും പറയുന്നു. ഏറ്റവും അവസാനം വിജയരാഘവൻ ചേട്ടന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ സുലോചന ചേച്ചി വളരെ സന്തോഷത്തിൽ ഇങ്ങനെ പാടി.